ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ കാലമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇനി ഇട്ട് തുടങ്ങണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചധികം ദിവസത്തെ മുന്നത്തെ വീഡിയോ ആണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് ഒരു കുഞ്ഞൊരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ ട്രിപ്പ് പോവുകയാണ് കേട്ടോ. കക്കാടംപൊയിലോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതായത് ഇതൊരു സാറ്റർഡേയിലെ വീഡിയോ ആണ്. ഞാൻ ഫ്രൈഡേ സ്കൂള് കഴിഞ്ഞ് മക്കളെ പിക്ക് ചെയ്ത് നേരെ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. വരുമ്പോൾ നീനൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. നീനൂട്ടിനെ അരീക്കോട് ഇറക്കി അങ്ങനെ നേരെ ഒരു 6:30 മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ വീടെത്തുമ്പോൾ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ സംഭവമാക്കി ഉണ്ടാക്കിയിട്ടില്ല. രാവിലെ തന്നെ കുറേ ബിരിയാണി ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉച്ചക്കും കഴിക്കാൻ പിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പിന്നെ സ്നാക്സ് ആയിട്ട് കുറച്ച് മോമോസും ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ മോമോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു മോമോസിന് ആ ഒരു പെർഫെക്ഷൻ ഇല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളിലെ മസാലയൊക്കെ ഉമ്മാൻ്റെ ആ മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഗോതമ്പ് പൊടിനോട് വലിയ ഒരു ഇഷ്ടമില്ലാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. റിസോർട്ടിൽ അങ്ങനെ ഞങ്ങൾ മുഴുവനായിട്ട് അങ്ങോട്ട് എല്ലാ റൂംസും ബുക്ക് ചെയ്തിട്ട് അങ്ങനെ നേരത്തെ ബുക്ക് ചെയ്തതായിരുന്നു. പിന്നെ വേറെ ആരും ഉണ്ടാവാതെ നമ്മൾ മാത്രമായിട്ട് നമുക്കൊരു പ്രൈവസി ഉണ്ടാവുമല്ലോ അത് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ബാക്കി ബിരിയാണിയും സ്നാക്സും എല്ലാം അവിടെ നിന്ന് കൊണ്ടുപോയാൽ നമുക്ക് നമ്മളൊരു സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നന്നായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ രസമല്ലേ എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോൾ. അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് 2 ബ്രെഡിൻ്റെ ഉള്ളിൽ എഗ്ഗ് വെച്ചിട്ട് ഇച്ചിരി സോസൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഒരു സാൻഡ്വിച്ച് പോലെ അതാണ് ഞങ്ങളെല്ലാവരും കഴിച്ചത്. പിന്നെ ബിരിയാണി ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളൊരു ഉച്ചക്കൊക്കെയാണ് ഇറങ്ങുന്നത് കേട്ടോ. 2 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്നുള്ള രീതിയിലാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങും. പിന്നെ താത്ത വഴിയിൽ നിന്ന് ജോയിൻ ചെയ്യും. അങ്ങനെയുള്ള രീതിയിലായിരുന്നു. ആദ്യം എല്ലാവരും വണ്ടികളൊക്കെ എടുത്തിട്ട് കാറുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ 2-3 വണ്ടിയിലായിട്ടൊക്കെ അങ്ങനെ പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. പിന്നെ എല്ലാവരും ഒരുമിച്ച് എന്താ പറയുക, ഒരു ചെറിയൊരു ട്രാവലർ വിളിച്ചാലോ എന്നൊക്കെ ഉള്ളൊരു പ്ലാൻ രണ്ടാമത് വന്നു കേട്ടോ. അങ്ങനെ വിളിച്ച് നോക്കണോ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ പോയി. ഏതായാലും ഒരു വണ്ടി നമ്മൾ ഒരു പാകത്തെ വിലക്കൊക്കെ സെറ്റായി. കാരണം കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ച് അങ്ങനെ ഏതായാലും ഒക്കെ സെറ്റായി. അതൊക്കെ തീരുമാനിച്ചു. അപ്പോൾ താത്താനെയും വിളിച്ച് പറഞ്ഞു അങ്ങോട്ടേക്ക് ഇറങ്ങി നിന്നാൽ മതി, ഞങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇമ്മതാ ദമ്മൊക്കെ പൊട്ടിച്ച് ബിരിയാണിയൊക്കെ കഴിച്ചു. അതൊന്നും എനിക്ക് ആ ബിരിയാണീനെ മണ അടിച്ചപ്പോഴേ എൻ്റെ കൺട്രോൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ബിരിയാണി കഴിക്കണമെന്ന് വീഡിയോ എടുക്കാനേ മറന്നു വേണ്ടി കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ കുറേ കാലമായല്ലോ വീഡിയോ ഒക്കെ എടുത്തിട്ട്, അപ്പോൾ ആ ഒരു ടച്ചൊക്കെ വിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പതുക്കെ മാറ്റുകയാണ് കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് വരുമ്പോഴേ ലഗേജൊക്കെ ആയിട്ട് സെറ്റായിട്ട് വന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പാക്കിംഗ് ഒന്നുമില്ലല്ലോ. അപ്പോൾ മക്കളെ മാറ്റി ഞാനും മാറ്റി എല്ലാവരും മാറ്റി. അപ്പോഴത്തേന് വണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റാക്കി എടുത്തു വെച്ച്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ഷർട്ടാണ് കേട്ടോ, വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും മാറ്റി പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് മുന്നിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടി വന്നതോട് കൂടിയിട്ട് ഞങ്ങളെല്ലാവരും വണ്ടിയിലേക്ക് കയറി യാത്ര അങ്ങോട്ട് തുടങ്ങി. ഇനി അരീക്കോട് എത്തുമ്പോഴേ നിർത്തുള്ളൂ കേട്ടോ. അരീക്കോട് നിന്ന് താത്താനും കൂടി കയറ്റിയാൽ പിന്നെ നേരെ കക്കാടംപൊയിൽ. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ എലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു. അപ്പോൾ ജയിച്ച പാർട്ടികളൊക്കെ റോഡിൽ തകൃതിയ എന്താ പറയുക ജയപ്രകടനം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. അങ്ങനെ ഒരുവിധം അരീക്കോട് എത്തി താത്താനെയും മക്കളെയും ഒക്കെ കയറ്റി ഞങ്ങൾ വീണ്ടും പോകുന്നതിനടുക്ക് വീണ്ടും കണ്ടോ ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള ഓരോരോ അഭ്യാസങ്ങളായിരുന്നു. അതുകൊണ്ട് കുറേ നേരം ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ ബ്ലോക്കായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഇച്ചിരി ബാക്കോട്ടേക്ക് ഇരുന്ന് എല്ലാവരും കാണുന്ന രീതിയിലൊക്കെ ഇരുന്ന് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് ബ്രൗണി ലേസ് അത് ഇതൊക്കെ കയ്യിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറുന്നേ കഴിപ്പങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ഡയറ്റുള്ളൊരു കുന്തൂല. ഞാനൊക്കെ ഇപ്പോൾ വളരെ കൺട്രോൾ വിട്ട് ഇരുന്ന് തിന്നോണ്ടിരിക്കുകയാണ്. ഇനി എല്ലാം ഒന്നേന്ന് പിടിക്കണം, കാരണം അത്രയും വണ്ണൊക്കെ വെച്ചിട്ടുണ്ട് എനിക്കറിയാം. പിന്നെ ഞങ്ങൾ കുറേ നേരം ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും സംസാരിച്ച് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പിന്നെ ഞങ്ങളൊരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബൺ മസ്ക് ഉണ്ടല്ലോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കണേ, വൈറലായിട്ടുള്ള ബൺ മസ്ക. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി നോക്കണം ഞങ്ങൾ കുറേ കാലമായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ
താത്ത പറഞ്ഞു നമുക്ക് അങ്ങോട്ടേക്ക് എടുക്കുക. ആദ്യം ഉണ്ടാക്കി കൊണ്ടുവരണമെന്നുള്ളത് വിചാരിച്ചു. പിന്നെ അതൊക്കെ ഇങ്ങനെ മെൽട്ടായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബട്ടർ കൊണ്ടുവന്നു, ഹണി, മിൽക്ക് മേഡ് കൊണ്ടുവന്നു, പിന്നെ താത്ത ബണ്ണും കൊണ്ടുവന്നു. പിന്നെ പാത്രവും കാര്യങ്ങളൊക്കെ അവിടെ ഒരു കുഞ്ഞ് കിച്ചൺ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കണം, അല്ലെ അങ്ങനെ സാധനങ്ങളൊന്നും അങ്ങനെ അധികമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ പ്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനൊക്കെ കുറച്ച് ഈസിയായി. അപ്പോൾ ഇതാ ബട്ടറും മിൽക്ക് മെയ്ഡും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ബണ്ണിൻ്റെ ഉള്ളിൽ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, പക്ഷേ ഹെവി ടേസ്റ്റാണ് കേട്ടോ. യമ്മിയാണ്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഞങ്ങൾ മിൽക്ക് മെയ്ഡ് പൊട്ടിക്കുമ്പോഴേ മിൽക്ക് മെയ്ഡൊക്കെ പകുതിയിലധികം ഞങ്ങളാണ് തിന്നത്. ബാക്കി കുറച്ച് ആ ബട്ടറിലേക്ക് ചേർക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ അവർ ഞങ്ങൾ ഈവനിങ് ചായയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സ്നാക്ക് വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒന്നും വേണ്ട അതാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം ഞങ്ങൾ തന്നെ ബിരിയാണിയും ഈ ബൺ മസ്ക ഉണ്ടാക്കി, പിന്നെ ഉമ്മ മോമോസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതൊക്കെ തിന്നപ്പോഴേ ഞങ്ങൾ സൈഡായിട്ടുണ്ട്. പിന്നെ നല്ലൊരു ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നടക്കാൻ ഇറങ്ങാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ. പിന്നെ ഞങ്ങളെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെയറോ അല്ലെങ്കിൽ ഒരു സോഫയോ അല്ലെങ്കിൽ ഒരു കട്ടിലോ എവിടെ കിട്ടിയാൽ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ഉണ്ടാകും. ഞങ്ങൾക്ക് ഇങ്ങനെ സ്ഥലം കാണാനുള്ള ഒരു ബോധമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ എവിടെയാണോ വന്നത് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങുകയാണ്. നല്ല നല്ല വ്യൂ ആണ് കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ നടന്ന് അവിടെ എന്തൊക്കെയുണ്ട് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നൊക്കെ അറിയാം. പിന്നെ ഒന്ന് ഒരു സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരു വൈബാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അത്യാവശ്യം നല്ല റിസോർട്ടാണ്. പിന്നെ മക്കൾക്കുള്ള പ്ലേ ഏരിയ കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു സംഭവം തന്നെ ഉള്ളൂ. പക്ഷേ നല്ല അടിപൊളി കാലാവസ്ഥയും എന്താ പറയുക, നല്ലൊരു അടിപൊളി പ്ലേസ് ആയിരുന്നു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു, അതൊന്നും പറയാതിരിക്കാൻ വയ്യ. നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറാനും ഒക്കെ കുറേ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ കുന്നുപോലെയുള്ള ഏരിയ ഒക്കെ ആണല്ലോ, അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പാക്കും ഉമ്മാക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല. ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതൊരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. ഇവിടുന്നാണ് ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ സെപ്പറേറ്റ്. ഇവിടുന്ന് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്കൊക്കെ നോക്കുമ്പോൾ നല്ല വ്യൂ ഒക്കെ ഉള്ള അടിപൊളി സ്ഥലം. രാത്രി നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഉമ്മാക്കൊരു സർപ്രൈസാണ്. ഉമ്മാൻ്റെ ബർത്ത്ഡേ ഡിസംബറിലാണ് കേട്ടോ. ഡേറ്റ് ഒന്നും കറക്റ്റ് അറിയൊന്നുമില്ല. അതായത് ഉമ്മാക്കും അറിയില്ല കേട്ടോ ഈ ഡിസംബർ ആണോ ഉമ്മാൻ്റെ ബർത്ത്ഡേ എന്ന് വരെ അതുവരെ കൺഫ്യൂഷനാണ്. പക്ഷെ ഞങ്ങളെല്ലാവരും കൂടി ഉമ്മാൻ്റെ ബർത്ത്ഡേ ഡിസംബർ മാസത്തിലാണെന്നുള്ളത് ഫിക്സ് ചെയ്തു. പ്രത്യേകിച്ച് കാക്കയാണ് കേട്ടോ അത് ഫിക്സ് ചെയ്തത്. അപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ ഞങ്ങൾ ഏത് ദിവസമാണോ എല്ലാവരും കൂടി ഒത്തുകൂടുന്നത് അന്നാണ് ഉമ്മാൻ്റെ ബർത്ത്ഡേ എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കേക്ക് കട്ട് ചെയ്യേണ്ടതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഉമ്മാനോട്. അപ്പം ഉമ്മക്ക് ചെറിയ സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ വരുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ കേക്കൊക്കെ താത്ത വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉമ്മ കാണാതെ വണ്ടിയിലൊക്കെ വെച്ച് ഒക്കെ ഉമ്മക്കൊരു സർപ്രൈസ് എന്നുള്ള രീതിയിലൊക്കെ കാണാണ്ട് പിടിച്ചിട്ടൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഉമ്മക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാവർക്കും കൊടുത്തു. ഇപ്പോൾ ഇനി ഗിഫ്റ്റിൻ്റെയും റിട്ടേൺ ഗിഫ്റ്റിൻ്റെയും ഒരു ടൈമാണ് കേട്ടോ. ആദ്യം നിലുട്ടനാണ് ഉദ്ഘാടനം ചെയ്തത്. ഉമ്മക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റാണ് മഞ്ച്. അപ്പോൾ അതിൻ്റെ ഒരു പെട്ടി തന്നെ ഉമ്മക്ക് കൊടുത്തിട്ട്, ഉമ്മക്ക് ഷുഗറാണ്, അതൊന്നും ഫുള്ളിന്ന് തിന്നാനൊന്നും പറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നീനൂട്ടി ഒരു ബാഗ് കൊടുത്തു. താത്താൻ്റെ ഗിഫ്റ്റായിട്ട് ഒരു കുർത്ത സെറ്റാണ് കേട്ടോ. ഞാനും ഒരു കുർത്ത സെറ്റ് തന്നെയാണ് കൊടുത്തത്. ആദ്യം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഒരു കുർത്ത കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ താത്ത പുറത്തേക്ക് പോയപ്പോൾ തലേന്ന് പുറത്ത് പോയപ്പോൾ അങ്ങനെ നീനൂട്ടിക്ക് ഉമ്മക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് വാങ്ങിയപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ താത്ത ഒരു കുർത്ത സെറ്റ് വാങ്ങിയതാണ്. ഉമ്മക്ക് രണ്ടും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെത് ഒരു ബ്ലൂ കളറ്, താത്താൻ്റെത് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. എൻ്റെ ഒരു ഷാളില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇത്രയും ഗിഫ്റ്റ് കൊടുത്തപ്പോൾ തന്നെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് പോയിക്കണം. ഉമ്മ ആകെ ആനന്ദാശ്രു പൊഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ചുമയും പനിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇനി ഈ വീഡിയോ എഡിറ്റ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല വെച്ചിട്ടാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇങ്ങനെ തൊണ്ട ഇങ്ങനെ പോയി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഇപ്പം തന്നെ കരയണം. അപ്പോൾ കാക്ക പറയുന്നുണ്ട് ഞാൻ ഗിഫ്റ്റ് തരുന്നതിന് മുന്നേ നിങ്ങൾ കരയാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാക്കാൻ്റെ ഗിഫ്റ്റ് കൊടുത്തു. ഉമ്മാക്കൊരു ഫോണാണ് കേട്ടോ. ഉമ്മാകെ
പൊട്ടിത്തെറിച്ചു പോയിട്ടുണ്ട്. കാരണം ഉമ്മാൻ്റെ ഫോണ് കുറച്ച് പഴയതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫുൾ അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോണ് വാങ്ങി കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇമ്മ ശരിക്കും ഞെട്ടിപ്പോയ ഒരു കാര്യമാണ്, ഞാൻ ഒരു അടിപൊളി ഗിഫ്റ്റ് കൊടുത്തു. എന്താണെന്ന് ഉമ്മാക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ തുറന്നു നോക്കിയപ്പോഴാണ് ഒരു ഗോൾഡ് റിങ് ആണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഉമ്മ ഒരിക്കലും വിചാരിക്കൂലല്ലോ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടും എന്നുള്ളത്. അങ്ങനെ ഉമ്മ വീണ്ടും കയ്യിൽ നിന്ന് പോയി ഇരുന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ റിട്ടേൺ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അതായത് ഉമ്മ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഉമ്മ ഞങ്ങൾക്ക് ആ കൊടുക്കുന്ന അപ്പം തന്നെ തിരിച്ച് ഉമ്മ തരുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ റിട്ടേൺ ഗിഫ്റ്റ്. പിന്നെ ഉമ്മ എന്താ പറയുക, ഉമ്മക്ക് കരഞ്ഞിട്ട് മതിയാവണില്ല എന്നുണ്ട്, ഇങ്ങനെ ഇരുന്ന് കരയായിരുന്നു കേട്ടോ. പിന്നെ ഫോണും കൂടി ഓപ്പൺ ചെയ്ത് കൊടുത്ത് ഉമ്മക്ക് ഭയങ്കര സന്തോഷമായി. ഇനി ഹണി ഗിഫ്റ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ അൻസാർ വന്നിട്ടില്ല, ലേറ്റ് ആയിട്ട്. ഒന്നാമത് ഹണിക്ക് പനിയും ജലദോഷവും ഐറൂസിനും ഒക്കെ തീരെ വയ്യാത്തതുകൊണ്ട് തന്നെ ഓള് ഇങ്ങോട്ടേക്കൊന്നും അധികം വന്നിട്ടില്ല കേട്ടോ. അൻസാർ ഇച്ചിരി ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൻ്റെ കയ്യിലാണ്, അവൻ്റെ വണ്ടിയിലാണ് ഗിഫ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ചധികം നേരം പൂളിലൊക്കെ ആർമാദിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, ജസ്റ്റ് പൂളിൻ്റെ ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം എല്ലാവരും നല്ല അലമ്പായിരുന്നു, കാരണം പൂളിൽ കളിക്കല്ലേ. അപ്പോൾ ഞങ്ങൾ അടിപൊളിയായിട്ട് അതൊക്കെ എൻജോയ് ചെയ്തിട്ട് പിന്നെ ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ. ഫുഡ് തരാൻ അവർ ഇച്ചിരി ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ നന്നായിട്ട് വിശന്നു, കാരണം അവർ അത്രയും പൂളിൽ ചാടി തിമിർത്ത് കളിച്ചതല്ലേ. പക്ഷെ ഞങ്ങൾ കൊണ്ടുവന്ന ബിരിയാണി ബാക്കി അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ താത്തയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബിരിയാണി, ഇമ്മയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഞങ്ങളെല്ലാവരും ഒരു റൗണ്ട് ബിരിയാണി, മക്കളൊക്കെ അത്യാവശ്യം നല്ല ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പൊറാട്ട, ഗീ റൈസ്, കറി, ഫ്രൈ, അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ അതും കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടിയത്. അതുകൊണ്ട് ചെറുതായിട്ടൊരു വിശപ്പിൽ ഞങ്ങൾ അതും കുറച്ച് കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ ക്യാമ്പ് ഫയറിന് വന്ന് നല്ല നല്ല തണുപ്പാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, അത്രയും തണുപ്പായിരുന്നു. അവിടെ ഈ വീഡിയോയിൽ കണ്ടല്ലോ നീനൂട്ടി പൊതിച്ച് മൂടിയിരിക്കുന്നു, അത്രയും തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാമ്പ് ഫയർ ഭയങ്കര ഒരു നല്ല സുഖം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ സ്പീക്കറൊക്കെ കൊണ്ടുവന്ന് പാട്ടൊക്കെ ഇട്ട് കുറേ നേരം ഡാൻസൊക്കെ കളിച്ചു. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ. അങ്ങനെ ഒരു 1.5 മണിക്കൂറോളം അവിടെ ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റും ഇരുന്ന് ഓരോരോ ഗെയിംസും ഓരോരോ ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ച് ഞങ്ങളിതാ വീണ്ടും ഈ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ മാഫിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കള്ളനും പോലീസ് പോലത്തെ ഒരു കളി കളിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 1 മണിയൊക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് എത്തിയപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3-4 മണിയായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടിട്ടാണ് എഴുന്നേൽക്കുന്നത്. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോകാമല്ലോ അല്ലേ. ദോശയുണ്ട്, വെള്ളപ്പമുണ്ട്, പുട്ട് വേണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് വേണ്ട എന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നെ കടലക്കറി, സാമ്പാർ, അങ്ങനത്തെ ഒരു വെജ് ഐറ്റംസ് ആയിരുന്നു. നല്ല കുഴപ്പമില്ല കേട്ടോ, നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ പിന്നെ എന്ത് കിട്ടിയാലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞു ഇതാക്കിയിട്ട് എടുത്ത് ഓരോരുത്തരായിട്ട് ആദ്യം മക്കളെയൊക്കെ ഒന്ന് ഡീലാക്കണമല്ലോ. നമ്മളെ കാര്യത്തിന് മുന്നേ ആദ്യം മക്കളെയൊക്കെ ഒന്ന് ഡീലായി ഒരു സ്ഥലത്ത് ഇരുത്തിയാലല്ലേ നമുക്കൊരു സമാധാനമായിട്ട് ഇരുന്ന് തിന്നാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു തിരികലാണ് കാണുന്നത് കേട്ടോ. ഹണി അൻസാറും എഴുന്നേറ്റ് വന്നിട്ടില്ല. ഒന്നാമത് ഹണിക്കും ഐറൂനും പനി ആയതുകൊണ്ട് തന്നെ തീരെ വയ്യാത്തതുകൊണ്ട് അധികം ഇറങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ ഹണി കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് വന്ന് ഐറൂനെ പിടിക്കും, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അളയാക്ക ഐറൂനെ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ആ പോക്ക്. അപ്പോൾ അങ്ങനെ ഐറൂനൊക്കെ എടുത്തു കൊണ്ടിട്ടുണ്ടാകും. പിന്നെ ഹണിക്കും വേഗം ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് ഫുഡ് കഴിക്കാമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് വർത്തനൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഐറൂസ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നാണ് അവൻ്റെ മുഖം ശരിക്കും ഒന്ന് കണ്ടത്. ഇന്നലെ ഫുള്ള് തീരെ വയ്യാണ്ട് ഒരു എന്താ പറയുക, തീരെ മുഖത്ത് ഒരു ഉഷാറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നീലുട്ടൻ അതിന് വേണ്ടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അവനെല്ലായിടത്തും നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടാളും രണ്ടറ്റത്തായിരുന്നു ഇന്നലെ.
നീനൂട്ടിനെ പിന്നെ വീഡിയോയിൽ കാണിക്കുമ്പോൾ അവൾ ആദ്യം നോക്കുക അയ്യോ എൻ്റെ മുഖത്ത് കുരുക്കൾ എന്നുള്ള രീതിയിലാണ്. ഒന്നാമതിപ്പോൾ ഡ്രൈ ആയിട്ട് ഫുള്ള് മുഖത്ത് എല്ലാവർക്കും കുരു വരുന്നുണ്ടല്ലോ, എനിക്കും ഒരു കുരു വരുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇപ്പോൾ പിമ്പിൾസ് വരലില്ല, പക്ഷേ ഇപ്പോൾ ഈ ഡ്രൈ കാലാവസ്ഥ ആയതുകൊണ്ടാണ് തോന്നുന്നു. ഇതാണോ താലം കൈമാറല്? പാതിരായുടെ യാമങ്ങളിൽ അവർ താലം കൈമാറി. അങ്ങനെ ഹണി അൻസാറൊക്കെ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഹണിയെ ഹണിയെ ഹായ് പറയടി. നല്ല പേരമരവും തിന്നണമൊന്ന് കിടക്കട്ടെ വീഡിയോ. നിങ്ങൾക്ക് ഗിഫ്റ്റും തന്നില്ലല്ലോ അമ്മ, നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ലല്ലോ. പേരമരവും ഗിഫ്റ്റ് ഒന്നും തന്നില്ല. ആ അതന്നെ എന്താണ് ഉമ്മ സങ്കടായോ ഉമ്മ? ഇവിടെ ആർക്ക് കിട്ടിയില്ല ഉമ്മാര് നുണക്കുഴി. 60-ാം വയസ്സിൽ നോട്ടം നോക്കിയാ അതിന്റെ മോനെ ക്രഷ് അടിക്കാൻ നോട്ടം കണ്ടേ. ഇപ്പാന്റെ ഇമ്മാന് കൊറേ റൊമാൻറ്റിക് പിക്സ് എടുത്തിക്കണേ. മുഖക്കുരുവിന്റെ വിഷാദം. ഞങ്ങളൊരു സംസാരത്തിൻ്റെ ഒരു വൈബ് കാണിച്ചു തന്നതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒരു കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെയായിരുന്നു ഞങ്ങൾ റൂമിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. ഞാനും താത്തയും നീനും പിന്നെ 3 മക്കൾസും ഇവിടെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അളിയാക്ക ഒറ്റയ്ക്ക് അളിയാക്കാൻ്റെ റൂമിൽ ഉപ്പയമ്മയും വേറെ പിന്നെ കാക്കനായാലും വേറെ അങ്ങനെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നെ ഞങ്ങൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാൻ നേരത്താണ് അൻസാറും ഹണിയും ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇത് ഹണീൻ്റെ വകയാണ് കേട്ടോ. 2 ഹണീൻ്റെ അൻസാറിൻ്റെ തന്നെയാണ്. ഒരു സാരിയും കൊടുത്തു. പിന്നെ ഇത് ഒരു വലിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഉമ്മക്ക്. ഈ ഒരു ഗിഫ്റ്റ് കണ്ടപ്പോൾ ഉമ്മ പ്രത്യേകിച്ചൊന്നും ചിന്തിച്ചില്ല തോന്നുന്നു. ആ ഒരു ഉമ്മാൻ്റെ മുഖഭാവത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും പിന്നെ അതൊന്ന് പൊളിച്ച് നോക്കിയപ്പോഴാണ് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയത്. ഉമ്മക്ക് പാത്രം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഒരു ബിരിയാണി പോട്ടാണ്, നല്ല വലിയൊരു ബിരിയാണി പോട്ടാണ് കിട്ടിയത്. അപ്പം ഉമ്മക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. ഉമ്മ ആഗ്രഹിച്ച് നിന്നതിന് ഒരു ഗിഫ്റ്റും കൂടിയാണ് കേട്ടോ. ഒരു വാങ്ങണം എന്നൊക്കെ വിചാരിച്ച് നിന്നുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉമ്മാൻ്റെ മുഖത്ത് നന്നായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൊളിച്ച് അതേ നോക്കി ഉമ്മക്ക് ഇഷ്ടമായില്ലേ എന്നൊക്കെ നോക്കി ഉമ്മ കൈയടിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ ഉമ്മ സന്തോഷം കണ്ടില്ലേ? ഇത്രയും ഗിഫ്റ്റ് കൊടുത്തിട്ട് ഉമ്മ ഇത്ര നേരം കൈയടിച്ചില്ലേ? ഫുള്ള് കയ്യടിയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ചെക്ക് ഔട്ടും ബാക്കി അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കയറി പോരാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഉറക്കം മട്ടിയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഭയങ്കര കുറേ ടൈം കഴിഞ്ഞിട്ടൊക്കെയാണ് ഉറങ്ങിയത്. അപ്പോൾ വണ്ടിയിൽ കയറിയപ്പോഴത്തേനും എല്ലാവരും ഒരു ഉറക്ക മൂടായിരുന്നു. സംസാരിക്കണ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോൾ അങ്ങോട്ടേക്ക് ഭയങ്കര കാവടി തുള്ളി പോയതാണ്. ഇങ്ങോട്ടേക്ക് വണ്ടിയിൽ നിന്ന് അധികം സംസാരിക്കണ പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും സൈഡായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു അരീക്കോടൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് മമതയിൽ നിർത്തി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. മെയിനായിട്ട് മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അൽഫാം മന്തി. എനിക്ക് തീരെ അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു ഈ മന്തി എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ ഒരു ഡെസേർട്ടായിട്ട് പാൽവാഴക്കായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ്. പക്ഷേ നല്ല ഹെവി ആയിട്ട് ഒരു ബൗള് നിറയെ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവിടുന്ന് ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞു കേട്ടോ. ആണി അൻസാറൊക്കെ ഓരോ വണ്ടിയിൽ പോയി, താത്ത നേരെ അരീക്കോട് തന്നെ വീട്ടിലേക്ക് പോയി, ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഇന്ന് കോഴിക്കോട് തിരിച്ചു പോകുന്നില്ല കേട്ടോ. അപ്പോൾ നാളെയാണ് പോണത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ.